നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡ് ആദ്യമായിട്ട് പുറത്തിറക്കിയ പ്രോഡക്റ്റ് ഇതായിരിക്കുന്നു, നത്തിങ് ഇയർ 1. അതിനുശേഷം നത്തിങ് പുറത്തിറക്കിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നത്തിങ്ങിൻ്റെ ഫോൺ 1 എന്ന് പറയുന്ന ഈ ഒരു ഫോണായിരുന്നു. മൂന്നാമത് നത്തിങ് പുറത്തിറക്കിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നത്തിങ് ഇയർ സ്റ്റിക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 3 പ്രോഡക്റ്റ് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ 3 പ്രോഡക്റ്റുകളാണ് നത്തിങ്ങിൻ്റെ ഫസ്റ്റ് ജനറേഷൻ പ്രോഡക്റ്റുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന 3 പ്രോഡക്റ്റ്. ഇപ്പോൾ അതിനെല്ലാം ശേഷം നത്തിങ് അവരുടെ സെക്കൻഡ് ജനറേഷൻ പ്രോഡക്റ്റ് പുറത്തിറക്കിയിരിക്കുന്നു, നത്തിങ് ഇയർ 2 എന്ന പേരിൽ. അപ്പോൾ ഇതാണ് നത്തിങ് ഇയർ 2. ഇന്ന് ഗ്ലോബലി നത്തിങ് ലോഞ്ച് ചെയ്ത അവരുടെ സെക്കൻഡ് ജനറേഷൻ പ്രോഡക്റ്റ് എന്ന പ്രത്യേകതയാണ് നത്തിങ് ഇയർ 2 എന്ന ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സവിശേഷത. അപ്പോൾ കാഴ്ചയ്ക്ക് നത്തിങ് ഇയർ 1ഉം നത്തിങ് ഇയർ 2ഉം കണ്ടു കഴിഞ്ഞാൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഇവ തമ്മിൽ ഫീച്ചർ വൈസ് ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റുകൾ ഇത്തവണ നത്തിങ് ഇയർ 2ലേക്ക് നത്തിങ് കൊണ്ടുവന്നിരിക്കുന്നു. എൻ്റെ വലത്തെ കയ്യിലിരിക്കുന്നതാണ് നത്തിങ് ഇയർ 1, ഇതെന്ന് പറയുന്നത് നത്തിങ് ഇയർ 2 ആണ്. നമ്മൾ ഈ ഒരു 2 പ്രോഡക്റ്റുകളും ഇങ്ങനെ അടുത്തടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഇത്തവണ നത്തിങ് ഇയർ 2ന്റെ ചാർജിങ് കേസ് കുറച്ചുകൂടി കോമ്പാക്റ്റ് ആക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ? അത് നമ്മൾ ഇതിന്റെ ഹിഞ്ചസ് ഒക്കെ കൃത്യമായിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഇയർ 1ന്റെ ഈ ഒരു ഹിഞ്ചസ് ഒക്കെ കണ്ടില്ലേ, കുറച്ച് വലിയൊരു ഹിഞ്ചസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇയർ 2ലേക്ക് വരുമ്പോൾ ആ ഹിഞ്ചസ് ഒക്കെ വളരെ ചെറിയ സൈസിലേക്ക് മാറിയിരിക്കുന്നതായിട്ട് കാണാം. മൊത്തത്തിൽ ആ ഒരു ഡിസൈൻ പാറ്റേൺ അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെ സൈഡിലായിട്ട് റീസെറ്റ് ബട്ടണും ചാർജിങ്ങുള്ള USB Type-C ചാർജിംഗ് പോർട്ടും ഒക്കെ തന്നെ കൊടുത്തിരിക്കുന്നെങ്കിലും നത്തിങ് ഇയർ 1ന്റെ ചാർജിംഗ് കേസിന്റെ ഒരു കോമ്പാക്റ്റ് ഫോം പോലെ നമുക്കിപ്പോൾ നത്തിങ് ഇയർ 2ന്റെ ചാർജിംഗ് കേസിനെ ഷോർട്ട് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യുന്നതിനും ഇത്തരത്തിൽ പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നതിനും ഒക്കെ ഇപ്പോൾ ഈ ഒരു കോമ്പാക്ട് സൈസ് നമ്മെ കൂടുതൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് വേണം പറയാൻ. എന്നാൽ ഈ ഒരു പ്രോഡക്റ്റ് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തുള്ള ഇയർ ബഡുകൾ അത് രണ്ടും ഈക്വൽ സൈസ് ആണെന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് സൈസിനകത്ത് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ചാർജിംഗ് കേസിലാണ് കാര്യമായിട്ടുള്ള ഈ ഒരു സൈസിന്റെ ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഇയർ ബഡിനകത്ത് അങ്ങനെ സൈസ് ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. ഇനി ഇതിന്റെ ഒരു മാഗ്നറ്റിക് അറ്റാച്ച്മെന്റ് ഈ ഒരു ഇയർ ബഡ് കേസിൽ നിന്ന് കണ്ടില്ല, നമ്മൾ എത്ര കുലിക്കാലും ഇതിന് വെളിയിലേക്ക് തെറിച്ചു പോകത്തൊന്നുമില്ല. കൃത്യം ഫിറ്റ് ആയിട്ട് തന്നെ ആ ഒരു ഇയർ ബഡുകൾ കേസിനകത്ത് ഇരിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഇയർ ബഡുകൾ നമ്മൾ ഇതുപോലെ ചെവിയിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മനോഹരമായിട്ടുള്ള രീതിയിൽ അത് ചെവിക്കകത്ത് ഇരുന്നുകൊള്ളും. വളരെ കോമ്പാക്ട് സൈസാണ്. നത്തിങ് ഇയർ 1 കണ്ടിട്ടുള്ളവർക്കും ഉപയോഗിച്ചിട്ടുള്ളവർക്കും കൃത്യമായിട്ട് അറിയാം, വളരെ കോമ്പാക്ട് സൈസാണ്. കണ്ടില്ലേ? ചെവിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എയർപോഡൊക്കെ ചെവിക്കകത്തിരിക്കുന്ന ആ ഒരു ലുക്ക് തന്നെ ഈ ഒരു നത്തിങ് ഇയർ 2ഉം നൽകുന്നുണ്ട്. അതുപോലെ വളരെ ഫിറ്റാണ്. കണ്ടില്ലേ? നമ്മൾ ചെവിയൊക്കെ എത്ര കുലുക്കി കഴിഞ്ഞാലും ചെവിക്കകത്ത് നിന്ന് തെറിച്ചു പോകില്ല. കാരണം നത്തിങ് ഇയർ 2ഉം ഈ പറഞ്ഞതുപോലെ ഇൻ ഇയർ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പം നത്തിങ് ഇയർ 1ഉം നത്തിങ് ഇയർ 2ഉം ഇൻ ഇയർ ആയിരുന്നു. എന്നാൽ ഇവർ ഇടയ്ക്ക് ഇതുപോലെ കൊണ്ടുവന്ന ഇയർ സ്റ്റിക്ക് എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് അത് ഇത്തരത്തിൽ ഹാഫ് ഇയർ ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തൊരു പ്രോഡക്റ്റാണ്. എനിക്ക് പേഴ്സണലി ഹാഫ് ഇയർ അത്ര ഇഷ്ടമല്ല. അതായിരുന്നു നത്തിങ് സ്റ്റിക്ക് 1. അത് എൻ്റെ ചെവിയും തെറിച്ച് പോകുമായിരുന്നു. എന്തായാലും നത്തിങ് ഇയർ 2ഉം ഈ പറഞ്ഞതുപോലെ ഇൻ ഇയർ ബഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാഴ്ചയ്ക്ക് നത്തിങ് 1ഉം നത്തിങ് 2ഉം ഏതാണ്ട് ഐഡന്റിക്കൽ ആണെങ്കിലും എന്താണ് ഇപ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിക്കുന്നവരോട് പറയാം. കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇന്റേണലി വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു നത്തിങ് ഇയർ 2ലാണെങ്കിൽ നമുക്ക് ജസ്റ്റർ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അത് ഇത്തരത്തിൽ ഇവിടെ ഇങ്ങനെ അമർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ നത്തിങ് ഇയർ 1നകത്തായിരുന്നെങ്കിൽ ടച്ച് കൺട്രോൾ ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ OnePlus Buds Proയിലൊക്കെ ഇത്തരത്തിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്യണം. ആ ഒരു രീതിയിലാണ് ഇവിടെ നത്തിങ് ഇയർ 2ൽ ജസ്റ്റർ കൺട്രോൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടൊരു ഗുണമുണ്ട്. അതായത് നമ്മൾ സാധാരണ ഇത്തരം ഹെഡ്സെറ്റുകൾ നമ്മൾ ഇതുപോലെ ചെവിയിലേക്കൊക്കെ വെക്കുമ്പോൾ അധികം ഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഫിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കൈ കൊണ്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ആക്സിഡന്റലി ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടൊക്കെ നെക്സ്റ്റ് ട്രാക്കിലേക്കൊക്കെ മാറാനോ പോസ് ആവാനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു പിഞ്ച് കൺട്രോൾ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെയും ഒഴിവാകും. മാത്രമല്ല ഈ ഒരു ഇയർ 2ലും ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും നത്തിങ് ഇയർ 1ൽ നിന്ന് വ്യത്യസ്തമായിട്ട് പേഴ്സണലൈസ്ഡ് ANC ഉണ്ട്. അതായത് വ്യക്തിഗതമായിട്ടുള്ള ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. നമ്മുടെ ചെവിയുടെ കേൾവി ശക്തി അനുസരിച്ചുകൊണ്ടും ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്ന എൻവയോൺമെന്റൽ നോയ്സ് അനുസരിച്ചുകൊണ്ടും ഒക്കെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇത് ഓരോ വ്യക്തികൾക്കും വ്യക്തിഗതമായിട്ട് സെറ്റ് ചെയ്യും. അത്തരത്തിലുള്ള ഒരു പേഴ്സണലൈസ്ഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇപ്പോൾ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനകത്ത് നൽകിയിട്ടുണ്ട്. ഇവിടെ പേഴ്സണലൈസ്ഡ് ANC എന്ന് പറയുന്ന ഓപ്ഷൻ ഇതുപോലെ എനേബിൾ ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് ടെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു ANC ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള ഒരു ANC സപ്പോർട്ട് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് നൽകും. മാത്രമല്ല ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൽ പേഴ്സണൽ സൗണ്ട് പ്രൊഫൈൽ പോലും ഉണ്ട്. അതായത് ഈ ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ 2 ചെവിയുടെയും സൗണ്ട് ടെസ്റ്റ് നടത്തിക്കൊണ്ട് നമ്മളുടെ ചെവിയുടെ കേൾവി ശക്തി അനുസരിച്ച് കൊണ്ടുള്ള ഒരു സൗണ്ട് പ്രൊഫൈൽ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് തന്നെ നമുക്ക് നിർദ്ദേശിക്കും.
എന്നുള്ളതാണ് ഈ ഒരു പേഴ്സണൽ സൗണ്ട് പ്രൊഫൈലിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഫ്ലാഗ്ഷിപ്പ് ടൈപ്പ് ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളിലൊക്കെ മാത്രം കണ്ടുവരുന്ന ഇയർ ടിപ്പ് ഫിറ്റ് ടെസ്റ്റും ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൽ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ഇത്തരത്തിൽ ചെവിയിലേക്ക് കണക്ട് ചെയ്തതിനു ശേഷം ഇവിടെ സ്റ്റാർട്ട് ടെസ്റ്റ് കൊടുത്താൽ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സൗണ്ട് ഇത്തരത്തിൽ പ്ലേ ചെയ്തതിന് ശേഷം എത്രത്തോളം ഓഡിയോ ലോസ് നമ്മുടെ ചെവിയിൽ നിന്ന് പുറത്തേക്ക് ഇത് ലോസ് ആയി പോകുന്നു എന്നുള്ളത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് എത്രത്തോളം കൃത്യമായിട്ടുള്ള ഫിറ്റിങ്ങിലാണ് ഇത് നമ്മൾ ചെവിയിൽ വെച്ചിരിക്കുന്നതെന്ന് ഇതിനകത്ത് കാണിച്ചു തരും. കറക്റ്റ് ഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നുകൂടി ഇത്തരത്തിൽ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ ചെവിയിൽ നന്നായിട്ട് ഉറപ്പിച്ചതിന് ശേഷം വീണ്ടും ടെസ്റ്റ് നടത്താൻ സാധിക്കും. നത്തിങ് ഇയർ 1 നിന്ന് നത്തിങ് ഇയർ 2 വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് ചോദിക്കുന്നവരോട് എടുത്തു പറയുന്ന മറ്റൊരു ഫീച്ചറാണ് ഡ്യുവൽ കണക്ഷൻ. അതായത് ഇപ്പോൾ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൽ ഒരേ സമയം നമുക്ക് 2 ഡിവൈസുകൾ ഒരുമിച്ച് പെയർ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിന്റെ കേസിൽ മൊത്തത്തിൽ 3 ഡിവൈസുകൾ മൊത്തം ആൾറെഡി ഞാൻ പെയർ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏതൊക്കെയാണ് ഒരേ സമയം നമുക്ക് ഉപയോഗിക്കേണ്ടത് ഇവിടെ ഇതുപോലെ നമ്മൾ ടിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഒരേ സമയം നമുക്ക് 2 ഡിവൈസുകൾ ഇത്തരത്തിൽ ഒരുമിച്ച് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ലാപ്ടോപ്പിൽ നമ്മൾ പെയർ ചെയ്തിരുന്നാൽ ലാപ്ടോപ്പിൽ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നാൽ ആ ഫോണിലും പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കോൾ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ ലാപ്ടോപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ അവിടെ സ്റ്റോപ്പ് ആവുകയും കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാപ്ടോപ്പിൽ കണ്ടുകൊണ്ടിരുന്ന വീഡിയോ റെസ്യൂം ചെയ്യാനും സാധിക്കും. അതുപോലെ നമ്മൾ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചെവിയിൽ നിന്ന് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ഊരി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ പാട്ട് പോസ് ആവുന്ന തരത്തിലുള്ള ഇൻ ഇയർ ഡിറ്റക്ഷൻ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനകത്ത് നൽകിയിട്ടുണ്ട്. ഇതിനകത്ത് സെൻസറുകളുണ്ട്. അപ്പോൾ നമ്മൾ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കും പെട്ടെന്ന് ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ചെവിയിൽ നിന്ന് ഊരി കഴിഞ്ഞാൽ ആ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് അവിടെ പോസ് ആവുകയും തിരിച്ച് നമ്മൾ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ചെവിയിലേക്ക് വെക്കുമ്പോൾ പാട്ട് റെസ്യൂം ചെയ്യുകയും ചെയ്യും. മികച്ച ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ നൽകുന്നതിന് വേണ്ടി ഈ ഓരോ ഇയർ ബഡിലും 3 മൈക്കുകൾ വീതമാണ് ഇപ്പോൾ നത്തിങ് ഇയർ 2 നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കേൾക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു നത്തിങ്ങിന്റെ ഇയർ 2 എന്ന് പറയുന്ന ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് വഴി റെക്കോർഡ് ചെയ്യുന്ന സൗണ്ടാണ്. നിങ്ങൾ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫോൺ വഴി സംസാരിച്ചാൽ അങ്ങേ തലയിൽ കേൾക്കുന്നത് ഏകദേശം ഇതുപോലൊരു സൗണ്ട് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ അതിന് നോയ്സ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കേൾക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പുറത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്. അതുപോലെ അടുത്തൂടെ വണ്ടിയൊക്കെ വരുന്ന സൗണ്ട് ഒക്കെ കേൾക്കാം. അപ്പോൾ ഒരു നോയ്സി കണ്ടില്ലേ വണ്ടിയുടെ സൗണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു നോയ്സി എൻവയോൺമെന്റിൽ നിന്ന് നിങ്ങൾ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് ഫോണിലൂടെ മറ്റൊരാളുമായി സംസാരിച്ചാൽ മറ്റൊരാൾ കേൾക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സൗണ്ട് ആയിരിക്കും. 11.6 mm ഡ്രൈവറാണ് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൽ നൽകിയിരിക്കുന്നത്. അതും ഡുവൽ ചേംബർ ഡിസൈനിലാണ് ഇത്തവണ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൽ അത്തരത്തിലൊരു ഡ്രൈവർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു സൗണ്ട് ക്വാളിറ്റി തന്നെ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ഇപ്പോൾ നൽകുന്നുണ്ട്. ഹൈ ക്വാളിറ്റി ഓഡിയോ ആയിട്ടുള്ള LHDC 5 കോഡക് സപ്പോർട്ടും ഇത്തവണ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ ഹൈ റെസ് ഓഡിയോ സപ്പോർട്ടും ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനകത്ത് നൽകിയിട്ടുണ്ട്. എന്തായാലും മികച്ച സൗണ്ട് ഔട്ട്പുട്ട് തന്നെയാണ് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് നൽകുന്നത്. ഇതുപോലെ നോയ്സ് ക്യാൻസലേഷൻ, അതുപോലെ ട്രാൻസ്പെറൻസി മോഡ്, അതുപോലെ ഓഫ്, ഇങ്ങനെ 3 രീതിയിലാണ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നോയ്സ് ക്യാൻസലേഷനിലേക്ക് വന്നാൽ തന്നെ വീണ്ടും 4 ടൈപ്പ്, അതായത് ഹൈ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, അതുപോലെ മിഡ്, ലോ, അഡാപ്റ്റീവ്, ഇങ്ങനെ 4 തരത്തിലുള്ള ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഏകദേശം 40 dB വരെയുള്ള സൗണ്ടിനെയാണ് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് നോയ്സ് ക്യാൻസലേഷനിലൂടെ കട്ട് ചെയ്ത് മാറ്റുന്നത്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ നമ്മൾ ഓഫ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ 36 മണിക്കൂർ നേരത്തെ ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് നൽകും. വെറും 10 മിനിറ്റ് നമ്മൾ ചാർജ് ചെയ്താൽ തന്നെ 8 മണിക്കൂർ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിലേക്ക് കയറും. ശരിക്കും പറഞ്ഞാൽ ഒരു ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിന് നൽകിയിട്ടുണ്ട്. വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വയർലെസ് ചാർജറിന്റെ പുറത്തോ അല്ലെങ്കിൽ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടുള്ള ഇത്തരം ഫോണുകളുടെ പുറത്തോ വെച്ച് പോലും നമുക്ക് ചാർജ് ചെയ്യാം. നത്തിങ്ങിന്റെ ഫോൺ പണ്ടുന്ന ഈ ഒരു ഫോൺ ഇത്തരത്തിൽ റിവേഴ്സ് വയർലെസ് ചാർജിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഫോണിന്റെ പുറത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ചാർജ് ചെയ്യാം. നമ്മളിത് ചാർജിങ്ങിന് വേണ്ടി ഇത്തരത്തിൽ ഈ ഒരു നത്തിങ് ഫോണിന്റെ പുറത്ത് വെച്ചാൽ കറണ്ട് അടിക്കുന്ന ഫീലാണ്. കണ്ടില്ലേ? അതുപോലെ തന്നെ ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ നമ്മൾ ചെവിയിൽ വെച്ചുകൊണ്ട് പുറത്തൊക്കെ പോകുന്നതല്ലേ, അപ്പോൾ ഇതിനകത്ത് IP54 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചാർജിങ് കേസ് അതിന് IP55 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. സാധാരണ പല ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളുടെ കേസിലും ഇത്തരത്തിൽ ഇയർബഡുകൾക്ക് വാട്ടർ റെസിസ്റ്റൻസ് നൽകാറുണ്ട്. എന്നാൽ ചാർജിങ് കേസിന് അങ്ങനെ വാട്ടർ റെസിസ്റ്റൻസ് പലപ്പോഴും ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളുടെ കേസിൽ കണ്ടുവരാറില്ല. പക്ഷേ ഇവിടെ ഇയർ ബഡിനും കൊടുത്തിട്ടുണ്ട്, ചാർജിങ് കേസിനും വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. ഗൂഗിൾ ഫാസ്റ്റ് പെയർ എന്ന് പറയുന്ന ഫീച്ചർ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് നമ്മളുടെ സെയിം മെയിൽ ID വെച്ചുകൊണ്ട് നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന എല്ലാ ഫോണുകളിലേക്കും നമ്മൾ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിന്റെ കേസ് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത് കണക്ട് ചെയ്യാനുള്ള പ്രോംപ്റ്റ് അത്തരം ഫോണുകളിലേക്ക് കിട്ടുകയും അപ്പോൾ ഒരു ഒറ്റ ഗൂഗിൾ ID കൊണ്ട് ലോഗിൻ ചെയ്ത എല്ലാ ഫോണിലും ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് വളരെ നിഷ്പ്രയാസം നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഒരു രക്ഷയുമില്ലാത്ത സൗണ്ട് ക്വാളിറ്റി, കിട്ടില്ല സൗണ്ട് ക്വാളിറ്റി. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഈ പറഞ്ഞ പോലെ പേഴ്സണലൈസ്ഡ് സൗണ്ട് ക്വാളിറ്റി നൽകുകയാണ്. ഓരോ വ്യക്തികൾക്കും അവരുടെ ചോയ്സ് അനുസരിച്ച് കൊണ്ടും അവരുടെ ചെവിയുടെ കേൾവി ശക്തി അനുസരിച്ച് കൊണ്ടും നമുക്ക് സൗണ്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ട് അതിനനുയോജ്യമായിട്ടുള്ള ഒരു സൗണ്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെയും ദാറ്റ് മീൻസ് പേഴ്സണലൈസ്ഡ് സൗണ്ട് പ്രൊഫൈൽ നൽകുന്നതുകൊണ്ട് തന്നെയും മികച്ച സൗണ്ട് ക്വാളിറ്റി, ഒരു രക്ഷയുമില്ല, സൂപ്പർ. മാത്രമല്ല ഇനി നിങ്ങൾക്ക് ബാസ് ഒക്കെ കൂടുതൽ വേണമെങ്കിൽ ഇവിടെ ഈക്വലൈസർ സെറ്റിംഗ്സ്
സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ മോർ ബാസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. ഇനി ബാലൻസ്ഡ് ആയിട്ടുള്ള സൗണ്ട് ആണ് വേണ്ടുന്നതെങ്കിൽ ഇവിടെ ബാലൻസ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇനി കൂടുതൽ ട്രബിൾ വേണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ. ഇനി വോയിസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഈക്വലൈസർ വേണമെങ്കിൽ അത് എടുക്കാം. നമുക്ക് നമ്മുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ബാസ് കൂടുതൽ വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വയ്ക്കാം, ട്രബിൾ കൂടണമെങ്കിൽ ഇങ്ങോട്ട്, മിഡ് ടോൺ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ഇഷ്ടമുള്ള സൗണ്ട് പ്രൊഫൈൽ ഈക്വലൈസർ വഴി ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. എന്ത് തന്നെയായാലും നത്തിങ് ഇയർ 1 കൂടുതൽ ഫീച്ചറുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, കാഴ്ചയ്ക്ക് അധികം വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും ഇത്തരത്തിൽ നത്തിങ് ഇയർ 2 ഇപ്പോൾ നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. എനിക്ക് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ഇന്റർനാഷണലി ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഏകദേശം 10 ദിവസങ്ങൾക്ക് മുമ്പേ നമ്മുടെ കയ്യിൽ കിട്ടി. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് ഉപയോഗിച്ചിട്ട് വീഡിയോ ചെയ്യാൻ സാധിച്ചു. ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസിംഗ് ഇപ്പോൾ ജസ്റ്റ് മെയിൽ വന്നിട്ടുണ്ട്. 9999 രൂപയ്ക്കാണ് ഇയർ 2 ഫ്ലിപ്കാർട്ട് വഴിയും മിന്ത്ര വഴിയും നത്തിങ് വിൽക്കുന്നത്. മാർച്ച് 28 ഉച്ചയ്ക്ക് 12 മണി മുതൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാനാകും.